നിങ്ങൾക്ക് ഒരു പ്രീ പ്ലാൻഡ് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടോ? ഇന്നത്തെ കൺസോളിഡേഷൻ മാർക്കറ്റിൽ നമ്മളുടെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നിങ്ങൾക്കറിയുമോ? വരൂ നമുക്ക് പരിശോധിക്കാം. ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേവ്സ്. നിഫ്റ്റിയുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഒരു -15 പോയിന്റിന്റെ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം ഡൗൺവേർഡ് ഒരു 80 പോയിന്റ്, ആദ്യത്തെ പകുതിയിൽ ഒരു 80 പോയിന്റ് ഡൗൺവേർഡ് മൂവ് ചെയ്തിരുന്നു നിഫ്റ്റി. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂണിൽ അത് ഒരു 113 പോയിന്റിന്റെ അപ്വേർഡ് മൂവ്മെന്റും തന്നിരുന്നു. അങ്ങനെ ഇന്ന് ആകെ 175 പോയിന്റിലധികം മൂവ്മെന്റ് നിഫ്റ്റി തന്നിരുന്നു. ഇന്നലത്തെ ക്ലോസിങ്ങിനെ അപേക്ഷിച്ച് ഇന്ന് നിഫ്റ്റിക്ക് ഒരു 82 പോയിന്റ് പ്ലസിൽ ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഡേ കാൻഡിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലോവർ സൈഡ് ലോങ് വിക്കുള്ള, എന്നാൽ അപ്പർ സൈഡിൽ അത്ര വിക്കില്ലാത്ത നല്ല ഫുള്ളി ക്ലോസ്ഡ് ആയ ഒരു വലിയ ഗ്രീൻ ക്യാൻഡിലാണ് തന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ്. എന്നാൽ ഇന്നലത്തെ ക്യാൻഡില് ഡേ ക്യാൻഡിൽ പരിശോധിക്കുമ്പോൾ നേരെ റിവേഴ്സ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ബയേഴ്സും ഇവിടെ സെല്ലേഴ്സുമായി നിൽക്കുമ്പോൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ ഈ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് വീണ്ടും ട്രേഡേഴ്സ് കൂടണം. ഒന്നുകിൽ ബയേഴ്സ് കൂടി ഇതിന് മുകളിലോട്ട് കടന്നു പോകണം, അതല്ലെങ്കിൽ സെല്ലേഴ്സ് കൂടി താഴോട്ട് മാർക്കറ്റിനെ വീണ്ടും കൊണ്ടുവരണം. ഇതിലേതാണ് നാളെ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായിരുന്നാലും നാളെ എങ്ങനെയായിരിക്കാം നമ്മുടെ ട്രേഡിങ്, മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നാളത്തെ ട്രേഡിങ് നമ്മളുടെ എങ്ങനെയായിരിക്കാം എന്ന് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം. അതിനു മുമ്പ് നമ്മളുടെ ഇന്നലത്തെ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ നമ്മൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പരിശോധിക്കാം. ഇന്ന് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഇന്നലെ നമ്മൾ കരുതിയിരുന്ന സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവൽ, അതായത് ഇന്നലത്തെ ലോ 24,516 ഹിറ്റ് ചെയ്യുമ്പോൾ ഒരു ട്രേഡിൽ എൻ്റർ ആവുകയും ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് നൽകുകയും ചെയ്തവർക്ക് സാമാന്യം ഭേദപ്പെട്ട ടാർഗറ്റ് ലഭിച്ചിരുന്നു. 60 പോയിന്റിലധികം നിഫ്റ്റി മൂവ് ചെയ്തു. ഒരു ATM വാങ്ങിയിരുന്നെങ്കിൽ പോലും ഒരു 35 പോയിന്റിനടുക്കെ ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടാവാം. അതിനുശേഷമുള്ള ടൈമിങ്ങളിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. വീണ്ടും പ്രൈസ് ആക്ഷൻ പ്രകാരം ഒരു അപ്വേർഡ് ഡയറക്ഷൻ കാണിക്കുന്ന ഈ ഏരിയയിലായിരുന്നു. ഇത്രയും മാർക്കറ്റ് വീണ്ടും ഡൗൺ വന്നതിന് ശേഷം റിവേഴ്സ് കാണിച്ചു. ഇവിടുന്ന് വീണ്ടും ഇത് ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉണ്ടെങ്കിൽ അതിനെ ഹിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഏരിയയിൽ നിന്നും പ്രൈസ് ആക്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഒരു അപ്വേർഡ് മൂവ്മെന്റിനുള്ള സാധ്യത കണക്കാക്കി ഇവിടെ സ്റ്റോപ്പ് ലോസ് നൽകി, ഇവിടെ എൻട്രി നൽകി ഈ ലെവൽ ഓർ ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകി കാത്തുനിന്നവർക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ പോകുന്നത് സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് എന്ന ഏരിയയ്ക്ക് മുകളിൽ പ്രൈസ് എത്തുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നിന്നും നല്ല ഒരു ടാർഗറ്റ് ലഭിച്ചിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തി നാളെ എന്തായിരിക്കണം നമ്മുടെ ട്രേഡിംഗ് പ്ലാൻ എന്ന് പരിശോധിക്കാം. നാളത്തേനുള്ള ട്രേഡിംഗ് പ്ലാൻ ഞാനിങ്ങനെ പതിവിൽ നിന്നും വ്യത്യസ്തമായി ഈ രീതിക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ലഭിച്ചേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയെങ്കിൽ പ്രൈസ് ഓപ്പൺ ആയി വരുന്നത് ഈ ഏരിയയിൽ എവിടെയെങ്കിലും ആവാനാണ് സാധ്യത. അപ്പോൾ ഈ ഏരിയയിൽ വന്നതിന് ശേഷം ഇത് നല്ല സ്ട്രോങ് റെസിസ്റ്റന്റ് ഏരിയയാണ്. ഇവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ് 15 മിനിറ്റ് എന്നീ ക്യാൻഡിലുകളിൽ ഒരു സെല്ലിംഗ് പാറ്റേൺ ആണ് റെഡി ആകുന്നതെങ്കിൽ 24,730 എന്ന ഗ്രീൻ ലൈൻ ഇട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഈ ഏരിയയാണ്. 24,522 എന്ന ലെവലിലേക്ക് പ്രൈസ് എത്തിയേക്കാം. ഇനി ഡൗൺവേർഡ് വന്ന ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നാളെ ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്തു, ഈ ഏരിയയിൽ ഓപ്പൺ ചെയ്ത് അപ്വേർഡ് ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ, ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറുകയാണ് എങ്കിൽ അതുവരെ നൽകിയ ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ മുകളിലോട്ട് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് 24,679, 24,700 ലെവലുകളിലേക്കാണ് പ്രതീക്ഷിക്കുക. അതേസമയം ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ഈ 642, 583 എന്ന ലെവലിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ഒരു ഡിക്ലൈനിങ് ആണ് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ കാണിക്കുന്നതെങ്കിൽ ഈ 642 എന്ന ഉയരം, അതായത് ഇന്നത്തെ ഹൈ സ്റ്റോപ്പ് ലോസ് ആയി നൽകിക്കൊണ്ട് ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യാം. പ്രതീക്ഷിക്കുന്ന ഫസ്റ്റ് ടാർഗറ്റ് ഈ ഏരിയയാണ് 24,522 എന്ന ലെവൽ. ഇവിടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 24,467 എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം തുടർന്ന് താഴോട്ടുള്ള ടാർഗറ്റുകൾ 24,415, 364 എന്നീ ടാർഗറ്റുകൾ പ്രതീക്ഷിക്കാം. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു.
ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ എൻ്റെ ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോപ്പ് ലോസ് ഫോർ സെല്ല് എന്ന ലെവലിൽ കൊടുത്തിരിക്കുന്നത് 21,730 ആണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് ഫോർ ബൈ എന്ന ലെവലിൽ കൊടുത്തിരിക്കുന്നത് 21,467 ആണ്. ബ്ലാക്ക് ലൈനുകൾ 522, 697 എന്ന ലെവലുകൾക്കിടയിലാണ്. ഇന്ന് പ്രൈസ് ഇവിടെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത് ഗ്യാപ്പ് ഓപ്പണിംഗ് ആയി നാളെ ഈ ഏരിയയിൽ ഉണ്ടായേക്കാം എന്നാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഇവിടെ പ്രൈസ് എത്തിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് കാണിക്കുന്നതെങ്കിൽ അതുവരെ നൽകിയ ഉയരം അവർ പ്രധാനമായും 21,730 എന്ന ലെവലാണ് സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കുന്നത്. അപ്പോൾ ഡൗൺവേർഡ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റുകൾ അങ്ങനെയെങ്കിൽ 21,583, 21,522 എന്ന ലെവലുകൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നൽകുന്നതെങ്കിൽ ഈ ഏരിയയിൽ നിന്നും ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നൽകുന്ന ഡയറക്ഷൻ അനുസരിച്ച് ട്രേഡ് ചെയ്യും. അപ്പോൾ അപ്വേർഡ് ഡയറക്ഷൻ ആണെങ്കിൽ 21,583 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി നൽകും. ഇനി ഡൗൺവേർഡ് ആണെങ്കിൽ 21,642 എന്ന ഇന്നത്തെ ഉയരം സ്റ്റോപ്പ് ലോസ് ആയി നൽകും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ നാളത്തെ ഓപ്പണിങ്ങിന് അനുസരിച്ചിരിക്കും നമ്മളുടെ ട്രേഡിങ്. എന്നാലും നമ്മളുടെ ബൗണ്ടറീസ് ഇതാണെന്ന് പറയുകയാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങൾ രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നാളെയും നല്ല മൂവ്മെന്റ് ഉണ്ടാവട്ടെ. നല്ല ട്രേഡിംഗ് അവസരങ്ങൾ എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.